നമ്മളിത് പറയുമ്പോഴേ നമ്മുടെ സ്കൂളുകളിലെ ഏറ്റവും സജീവമായ രൂപമാണ് ലിറ്റിൽ കൈറ്റ്സ്. അത് ക്ലബ്ബായിട്ടും അവർ സന്നദ്ധ പ്രവർത്തനം എല്ലാ മേഖലയിലും അവരുണ്ട്. സ്കൂളിൽ ഏത് പൊതുപ്രവർത്തനം വരുമ്പോഴും അവർ വളരെ സജീവമാണ്. അപ്പം അവർക്ക് അവരുടേതായ കുറേ മൊഡ്യൂളും കാര്യങ്ങളുണ്ടാവും. അവർക്ക് ഈ ഇപ്പോൾ AI ആവട്ടെ, നമ്മുടെ റോബോട്ടിക് സാങ്കേതിക വിദ്യ ആവട്ടെ, അത് ഇവരുടെ ആ ഒരു പ്രവർത്തനങ്ങളുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ? ഇത് നല്ല യഥാർത്ഥത്തിൽ ലിറ്റിൽ കൈറ്റ്സ് ഇല്ലായിരുന്നെങ്കിൽ ഈ IT റോബോട്ടിക്സ് പഠനം നമ്മുടെ സ്കൂളിലേക്ക് എത്തുമായിരുന്നില്ല. ഞാൻ ഇതിലേക്ക് വരാം. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മളെപ്പോഴും പറയാറ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഇത്രമാത്രം ലെവൽ IT വരില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ. കാരണം നമ്മളിത് ഇപ്പം 1,80,000 കുട്ടികളുണ്ട് ലിറ്റിൽ കൈറ്റ്സ് കൊണ്ടിൽ. 8ാം ക്ലാസ്സിൽ 60,000, 9ാം ക്ലാസ്സിൽ 60,000, 10ാം ക്ലാസ്സിൽ 60,000. 10ാം ക്ലാസ്സിലെ കുട്ടികൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് പോയി 9ൽ ആക്റ്റീവായിരിക്കും, 8ൽ അവർ വരുന്നു. നമ്മൾ ഈ 2023 ഇപ്പോൾ ഈ വർഷമാണല്ലോ റോബോട്ടിക്സ് 10ാം ക്ലാസ്സിൽ വന്നത്. 2 കൊല്ലം മുമ്പ് തന്നെ ലിറ്റിൽ കൈറ്റ്സിന് ഇത് കൊടുത്തിരുന്നു. ലിറ്റിൽ കൈറ്റ്സിൻ്റെ സിലബസിൻ്റെ ഭാഗമാക്കി എയും ഈ കമ്പ്യൂട്ടർ വിഷനും ഒക്കെ ഭാഗമാക്കി അവർ ഈ 60,000 കുട്ടികൾ ഇത് ചെയ്യുന്നതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ കോൺഫിഡൻസ് കിട്ടിയിട്ടാണ് നമ്മൾ പാഠപുസ്തകത്തിലേക്ക്. അതായത് അവരിലൂടെ പരീക്ഷണം കൂടെ കറക്റ്റ്. അപ്പോൾ പൈലറ്റിംഗ് എന്ന് പറയും, പരീക്ഷണ ഓക്കെ. അപ്പോൾ അവർ മുമ്പേ നടക്കുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർ 4 ലക്ഷം രക്ഷിതാക്കൾക്ക് പരിശീലനം കൊടുത്തു. ഇപ്പം നമ്മൾ ഈ വർഷം ചെയ്യാൻ പോകുന്ന കാര്യം 5 ലക്ഷത്തോളം രക്ഷിതാക്കൾക്ക് AI പരിശീലനമാണ് ലിറ്റിൽ കൈറ്റ്സ് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ പ്ലാൻ നമ്മളിപ്പോൾ തയ്യാറാക്കി വരുന്നുണ്ട്. നിങ്ങൾ അടുത്ത് തന്നെ ഇത് അനൗൺസ് ചെയ്യും. അപ്പം അങ്ങനെ കൊടുത്ത് റോബോട്ടിക്സ് വന്നു, AI വന്നു. ഇനിയിപ്പോൾ അഡ്വാൻസ് റോബോട്ടിക്സ് കിറ്റ് കൊടുക്കുന്നു, ആദ്യം ലിറ്റിൽ കൈറ്റ്സിനാണ്. ഈ 2,500 സ്കൂളിൽ കൊടുക്കുന്നു, ആദ്യം ലിറ്റിൽ കൈറ്റ്സിനാണ്. അപ്പോൾ ലിറ്റിൽ കൈറ്റ്സിലൂടെ പ്രയോഗിച്ച് വേറെ പ്രധാനപ്പെട്ട ഗുണം നിങ്ങൾ പൈലറ്റിംഗ് മാത്രമല്ല, ഇപ്രാവശ്യം 10ാം ക്ലാസ്സിൽ 3.5 ലക്ഷം കുട്ടികൾക്കാണ് ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ നേരിട്ട് പരിശീലനം കൊടുത്തത്. അതായത് 4.5 ലക്ഷം കുട്ടികളിൽ 60,000 ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം തന്നെ റോബോട്ടിക്സ് പരിശീലനം കിട്ടിയിട്ടുണ്ട്. ബാക്കി വരുന്ന കുട്ടികൾക്ക് ഇവർ നേരിട്ട് അധ്യാപകർ പരിശീലനം കൊടുത്തതിന് പുറമെ ഒരു ദിവസം പ്രത്യേക പരിശീലനം കൊടുത്തു. അങ്ങനെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ അവർക്ക് പരിശീലനം കിട്ടുകയും മറ്റു കുട്ടികൾക്ക് ഈ പുതിയ സംവിധാനങ്ങൾ വരികയും ചെയ്യുന്നതോടുകൂടെ ഒരു നല്ല വേഗത നമ്മുടെ സ്കൂളുകളിലെ IT പ്രവർത്തനങ്ങൾക്ക് വന്നിട്ടുണ്ട്.